ഇത്രയും പവർ ഔട്ട്പുട്ട് ഡെലിവറി ഉള്ള ഒരു ബൈക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഇതിൻ്റെ ഒരു പവർ വേറെ ലെവൽ തന്നെയാണ്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രാംനാഥ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൾട്രാ വയലറ്റിന്റെ X47 ക്രോസ് ഓവർ വേർഷനിലെ റീകോൺ മോഡലിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഹൈപ്പർ സെൻസ് റഡാർ ടെക്നോളജി ഉള്ള ഒരു ഇലക്ട്രിക് ടൂ വീലറാണ് ഈ ഒരു അൾട്രാ വയലറ്റ്. നമ്മൾ ആദ്യം ഒരു ഇലക്ട്രിക് വണ്ടിയെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് അതിന്റെ ബാറ്ററിയെ കുറിച്ചായിരിക്കും പറയുന്നത്. ഈ ഒരു വണ്ടിയിൽ വന്നിരിക്കുന്ന ബാറ്ററി എന്ന് പറയുന്നത് 10.3 കിലോ വാട്ടിന്റെ ഒരു ബാറ്ററിയാണ്. 10.3 കിലോ വാട്ടിന്റെ ബാറ്ററി വരുന്നത് കൊണ്ട് തന്നെ ഈ ഒരു വണ്ടി ഒറ്റ ചാർജിൽ 323 കിലോമീറ്റർ IDC റേഞ്ച് ആണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വണ്ടിയിൽ വന്നിരിക്കുന്ന മോട്ടോർ എന്ന് പറയുന്നത് 30 കിലോ വാട്ടിന്റെ ഒരു പീക്ക് പവർ PMSM മോട്ടറാണ് വന്നിരിക്കുന്നത്. സോ ഇതിന്റെ ഒരു പവർ ഔട്ട്പുട്ട് ഡെലിവറി അതും അത്യാവശ്യം നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പവർ ഔട്ട്പുട്ട് ഡെലിവറി ആയിരിക്കും. സോ ഈ വണ്ടിയുടെ ഒരു ടോർക്ക് വന്നിട്ട് 100 ന്യൂട്ടൺ മീറ്റർ ടോർക്കാണ്. അതുപോലെ തന്നെ ഇതിന്റെ ഒരു ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് 155 കിലോമീറ്റർ ടോപ്പ് സ്പീഡാണ് ഈ ഒരു വെഹിക്കിൾ വന്നിരിക്കുന്നത്. അത് ഒരു ഇലക്ട്രിക് ആണ്, നിങ്ങളൊന്ന് ചിന്തിക്കണം. ഇതിന്റെ ഒരു ആക്സലറേഷൻ 0 to 60 വെറും 2.8 സെക്കൻഡ്സിലാണ് കയറുന്നത്. ഇതിന്റെ ഫ്രണ്ട് വീലിന്റെ സൈസ് എന്ന് പറയുന്നത് 110, 70, 17 ആണ്. അതുപോലെ തന്നെ റിയർ വീലിന്റെ സൈസ് എന്ന് പറയുന്നത് 180, 60, 17 ആണ്. ഇതിന്റെ ഫ്രണ്ട് റോട്ടറിന്റെ സൈസ് വന്നിരിക്കുന്നത് 320 mm ആണ്. അതുപോലെ തന്നെ റിയർ റോട്ടറിന്റെ സൈസ് വന്നിരിക്കുന്നത് 230 mm ആണ്. ഇനി ഇതിന്റെ ഷോക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ വന്നിരിക്കുന്നത് USD ഫോർക്കാണ്. അതുപോലെ തന്നെ റിയറിൽ വന്നിരിക്കുന്നത് പ്രീലോഡ് അഡ്ജസ്റ്റബിലിറ്റി ഉള്ള ഒരു മോണോ ഷോക്കാണ്. ഇതിന്റെ ബ്രേക്കിംഗ് സിസ്റ്റം വന്നിട്ട് ഫ്രണ്ട് ഡ്യുവൽ ചാനൽ ABS ആണ്. ഫ്രണ്ടിൽ വന്നിരിക്കുന്നത് ഫിക്സഡ് 4 റേഡിയൽ കാലിപ്പർ ആണ്. അതുപോലെ തന്നെ റിയറിൽ വന്നിരിക്കുന്നത് സിംഗിൾ പിസ്റ്റൺ ഫ്ലോട്ടിംഗ് കാലിപ്പർ ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടിയുടെ മെയിൻ പാർട്ടിനെ കുറിച്ചാണ് പറയുന്നത്, ഫ്രെയിമിനെ കുറിച്ച്. എല്ലാ വണ്ടികളിലും ഫ്രെയിം ഉണ്ട്. അത് പലതും പല വണ്ടികളിലും പല രീതിക്കുള്ള ഫ്രെയിം ആയിരിക്കും. ചിലതിൽ അലുമിനിയം ഉള്ള വണ്ടികളുണ്ട്, ഞാൻ ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വണ്ടിയിൽ വന്നിരിക്കുന്നത് സ്റ്റീൽ ട്രെല്ലിസ് അലുമിനിയം ബൾക്ക് ഹെഡ് ഫ്രെയിം ആണ്. ഈ ഒരു വണ്ടിയിൽ ബൾക്ക് ഹെഡ് യൂസ് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വണ്ടിയിൽ നിന്ന് സ്ട്രോങ് ഫീലും അതുപോലെ തന്നെ നല്ലൊരു സ്റ്റിഫ്നെസ്സും ഉറപ്പുവരുത്തുന്നു. അതുപോലെ തന്നെ ഈ ഒരു വണ്ടിയിൽ വന്നിരിക്കുന്നത് 3 കളർ വേരിയന്റ് ആണ്: ടർബോ റെഡ്, സ്റ്റെല്ലാർ വൈറ്റ്, കോസ്മിക് ബ്ലാക്ക്. ഈ ഒരു വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് വന്നിരിക്കുന്നത് 200 mm ആണ്. സീറ്റ് ഹൈറ്റ് 820 mm ആണെങ്കിലും റൗണ്ടഡ് സീറ്റ് ആയതുകൊണ്ട് ഈസിയാണ്. ഈ ഒരു വണ്ടിയുടെ കെർബ് വെയിറ്റ് വന്നിരിക്കുന്നത് 207 കിലോഗ്രാം ആണ്. പിന്നെ ഈ ഒരു റീകോൺ വേരിയന്റിൽ ബാറ്ററി കിലോവാട്ട് അല്പം കൂടുതലായതുകൊണ്ട് തന്നെ ഭാരം അല്പം കൂടുതലാണ്. ഈ ഒരു വണ്ടിയുടെ ഡ്രൈവ് സിസ്റ്റം വന്നിട്ട് ചെയിൻ ഡ്രൈവ് ആണ്. മറ്റു വണ്ടികളിൽ കാണുന്ന പോലെ തന്നെ ഇതിൽ പാർക്ക് അസിസ്റ്റന്റ്, ഹിൽ ഹോൾഡ്, ട്രാക്ഷൻ കൺട്രോൾ 3 ലെവൽ ട്രാക്ഷൻ കൺട്രോൾ ആണ് വന്നിരിക്കുന്നത്. അതുപോലെ ഇതിൽ വേറൊരു പ്രത്യേക ഫീച്ചർ ഉണ്ട്, ഡൈനാമിക് സ്റ്റെബിലിറ്റി എന്ന് പറയുന്ന ഒരു ഫീച്ചർ. ആ ഒരു ഫീച്ചർ ഈ ഒരു വണ്ടിയിലെ നിലവിലുള്ളൂ. വേറൊരു വണ്ടിയിൽ ഞാൻ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല. ഈ ഇലക്ട്രിക് ടൂ വീലറിന്റെ കാര്യം പറയുന്നത് കൊണ്ട്. ഇതിന് പുറമെ 3 റൈഡിംഗ് മോഡും 10 ലെവൽ റീജനറേറ്റീവ് ബ്രേക്കിംഗുമാണ് ഈ ഒരു റീകോൺ മോഡലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിന്റെ ഒരു ടെയിൽ ഭാഗം നോക്കുകയാണെങ്കിൽ ഡ്യുവൽ LED ആണ്. അതുപോലെ തന്നെ സെൻട്രൽ ബ്രേക്കിംഗ് ലൈറ്റും ഉണ്ട്. പിന്നെ ഹെഡ്ലൈറ്റിന്റെ കാര്യം പറയുമ്പോൾ ഇതിൽ ഓട്ടോ ഡിമ്മിംഗ് ഹെഡ്ലൈറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഫ്രണ്ടിലും ബാക്കിലും LED-യുടെ ഹസാർഡ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ചാർജിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്റ്റാൻഡേർഡ് ചാർജിങ് വന്നിട്ട് 5 മണിക്കൂറാണ്. ബൂസ്റ്റ് ചാർജർ റീകോൺ പ്ലസ് വേരിയന്റുകൾ തൊട്ട് ലഭ്യമാണ്. വേണമെങ്കിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് വാങ്ങാനും പറ്റും. ഇനി ഈ ഒരു വാഹനത്തിന്റെ ഫാസ്റ്റ് ചാർജറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ വന്നിരിക്കുന്നത് 12 കിലോ വാട്ടിന്റെ സൂപ്പർനോവ പ്ലസ് ഫാസ്റ്റ് ചാർജർ ആണ്. അത് നമുക്ക് പുറത്തു പോകുമ്പോഴത്തേക്കും വണ്ടി അവിടെ വെച്ച് ചാർജ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു വാഹനത്തിന്റെ വാറന്റിയെ കുറിച്ച് പറയാൻ പോവുകയാണ്. സ്റ്റാൻഡേർഡ് വെഹിക്കിൾ വാറന്റി വന്നിട്ട് 5 ഇയർ അല്ലെങ്കിൽ 50,000 കിലോമീറ്റർ ആണ്. ബാറ്ററിക്കും മോട്ടറിനും 8 വർഷം അല്ലെങ്കിൽ 1 ലക്ഷം കിലോമീറ്റർ വരെ നമുക്ക് വാറന്റി എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഭാഗത്താണ് ഇതിന്റെ സ്വിച്ച് കൺട്രോൾസ് വരുന്നത്. സ്വിച്ച് കൺട്രോൾസിൽ ഇത് ഹോണ്, അതുപോലെ തന്നെ ഇതൊക്കെയാണ് മോഡ് സ്വിച്ചുകൾ വന്നിട്ട്. പിന്നെ ഇത് ഇൻഡിക്കേറ്റർ ലെഫ്റ്റ്, ഇൻഡിക്കേറ്റർ റൈറ്റ് സ്വിച്ച്. അതുപോലെ റൈറ്റ് സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇതാണ് കിൽ സ്വിച്ച്. ഇപ്പോൾ ഇത് കിൽ സ്വിച്ച് ഓഫ് ആണ്. ഇതിപ്പോൾ കിൽ സ്വിച്ച് ഓൺ ആണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ കിൽ സ്വിച്ച് ജസ്റ്റ് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുമ്പോഴത്തേക്കും വെഹിക്കിൾ സ്റ്റാർട്ട് ആവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതിന്റെ സ്പെസിഫിക്കേഷൻസും ബാക്കി കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ള വീഡിയോ കണ്ടല്ലോ. ഇനി ഞാൻ പറയാൻ പോകുന്നത് എനിക്ക് തോന്നിയ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ വന്നിട്ട് ഇതിന്റെ ടോർക്ക് തന്നെയാണ്. ടോർക്ക് ഒരു രക്ഷയില്ല. ഇന്ത്യൻ ഇലക്ട്രിക് ടൂ വീലർ മാർക്കറ്റിൽ ഇതേപോലത്തെ ടോർക്കുള്ള ഒരു വെഹിക്കിൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഞാനിത് വീഡിയോയുടെ ആദ്യം പറഞ്ഞ പോലെ തന്നെയാണ് ഇപ്പോഴും പറയുന്നത്.
അത്രയും എന്താ പറയാൻ പവർ ഔട്ട്പുട്ട് ഡെലിവറിയാണ് ഈ ഒരു വെഹിക്കിളിനുള്ളത്. ഇതിന്റെ ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് 155 km/h ആണ്. നിങ്ങളൊന്ന് ആലോചിക്കണം, സാധാ 400cc ICE എഞ്ചിനിൽ വരുന്ന ഒരു പവർ ഔട്ട്പുട്ട് ഡെലിവറി നമുക്കിപ്പോ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഡോമിനാറിനെ തന്നെ പറയാം. ഡോമിനാർ വന്നിരിക്കുന്ന ആ ഒരു പവർ ഔട്ട്പുട്ട് ഡെലിവറിയെ കോമ്പറ്റീറ്റ് ചെയ്യാനായിട്ട് EV 2-wheeler വരണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ഓറ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഞാൻ ഈ ഒരു ബ്രാൻഡിനെ പൊക്കി പറയുന്നതല്ല, ഞാൻ ഈ ഒരു വെഹിക്കിൾ എക്സ്പീരിയൻസ് ചെയ്തതുകൊണ്ട് ആ എക്സ്പീരിയൻസ് ചെയ്ത ഒരു ഔട്ടാണ് നിങ്ങൾക്കും പറഞ്ഞു തരുന്നത്. എന്തായാലും ഫൈനൽ ഔട്ട് പറയണമെന്നാണല്ലോ. നമ്മൾ ഈ ഒരു വെഹിക്കിളിന്റെ ഏത് ആസ്പെക്ട് നിന്ന് നോക്കിയാലും ഇതിന്റെ എയറോഡൈനാമിക്സ് ആയാലും അതുപോലെ തന്നെ ഡിസൈൻ ആയാലും എല്ലാം എന്ന് വെച്ചാൽ അത്രയും പീക്ക് ലെവലിലാണ്. ഒരു ഇന്റർനാഷണൽ മാർക്കറ്റിനെ വെല്ലുവിളിക്കുന്ന രീതിയിലാണ് ഈ ഒരു വണ്ടി പണിത് വെച്ചിരിക്കുന്നത്, അങ്ങനെ തന്നെ പറയാം. കാരണം ഫോറിൻ കൺട്രീസിലും GCC കൺട്രീസിലും വന്നിട്ട് ഈ ഒരു വെഹിക്കിൾ ഇപ്പൊ സജീവമാണ്. നമ്മൾ ഇവിടുന്ന് ജർമ്മനി അതുപോലെ തന്നെ പാരീസ് ഈ പറയുന്ന പല സ്ഥലങ്ങളിൽ ഈ ഒരു വണ്ടി എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതും നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഇതേപോലത്തെ ഒരു ഇലക്ട്രിക് 2-wheeler ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾ ഈ പറയുന്ന GCC കൺട്രീസിലും അതുപോലെ തന്നെ ഇത്രയും കൺട്രീസിൽ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ത്യൻസിനാണ് അതിന്റെ വിലയും അതുപോലെ തന്നെ റെസ്പെക്റ്റും കിട്ടുന്നത്. അതുപോലെ തന്നെ 0 to 60 km/h വെറും 2.8 സെക്കൻഡ്സിലാണ് കയറുന്നതെന്ന് ഞാൻ പറഞ്ഞു. അതാണ് ഞാൻ പറയുന്നത്, ഈ ഒരു വണ്ടിയുടെ പവർ ഔട്ട്പുട്ട് ഡെലിവറി ഞാൻ വീണ്ടും പറഞ്ഞു പോകുന്നു. കാരണം നിങ്ങൾ എന്തായാലും നിങ്ങളുടെ എൻറ്റയർ ലൈഫിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ജസ്റ്റ് ട്രൈ. അൾട്രാ വയലറ്റ് ഒന്ന് ഓടിച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്ക് അതിന്റെ ഒരു ഫീല് മനസ്സിലാവും. നിങ്ങൾ എന്തായാലും ഈ ഒരു വണ്ടി എടുത്തു പോകും. ഞാനിപ്പോൾ പെട്രോൾ ഹെഡ്സിനെ കുറിച്ച് പറയുന്നില്ല, ഈവൻ പെട്രോൾ ഹെഡ്സ് വരെ ഈ ഒരു വെഹിക്കിളിലേക്ക് സ്വിച്ച് ചെയ്യുന്നു. Z900 ഒക്കെ യൂസ് ചെയ്തവര് നേരെ ഇതിലേക്ക് വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കുക. ഞാൻ ആരെയും മെൻഷൻ ചെയ്യുന്നില്ല. പെട്രോൾ 2-wheelersൽ 200-250cc കടത്തി വെട്ടുന്ന അത്രയും എനർജിയാണ് ഈ ഒരു വെഹിക്കിളിന് ഉള്ളത്. പിന്നെ ബാക്കി കാര്യങ്ങൾ പറയുകയാണെങ്കിൽ സാധാ ഒരു ബൈക്കിന്റെ അതേ ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. നമ്മുടെ റൈറ്റ് ലെഗിലാണ് ഇതിന്റെ ബ്രേക്ക് വന്നിരിക്കുന്നത്. സാധാ ഒരു പെട്രോൾ വണ്ടി ഓടിക്കുമ്പോഴത്തേക്ക് ലെഫ്റ്റ് ഹാൻഡിൽ ക്ലച്ച് ആയിരിക്കും വരുന്നത്. ഇതിന്റെ സ്ഥാനത്ത് അങ്ങനത്തെ ഒരു കാര്യമേ ഇല്ല. അതുപോലെ തന്നെ നമ്മുടെ ലെഫ്റ്റ് ലെഗിൽ ഗിയർ ഷിഫ്റ്റർ ഇല്ല. സോ ഈ രണ്ട് കാര്യങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റൈറ്റ് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ത്രോട്ടിൽ ഫ്രണ്ട് ബ്രേക്ക് റിയർ ബ്രേക്ക് നമ്മുടെ റൈറ്റ് ലെഗിലുമാണ് ഇരിക്കുന്നത്. പിന്നെ ഈ ഒരു വണ്ടിക്ക് 208 കിലോ ഉണ്ടെന്നും പറഞ്ഞു. ഈ 208 കിലോ നമുക്കത് ഫീൽ ചെയ്യത്തില്ല. കാരണം ഇതിന്റെ ആ ഒരു റൈഡിങ് സ്റ്റൈലും സ്റ്റെബിലിറ്റി അതുപോലെ തന്നെ ഓവറോൾ വെഹിക്കിൾ കൺട്രോളും എല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാവുന്നേ ഉള്ളൂ. ഒരു ബിഗിനറിന് ഞാൻ ഇത് പറയുന്നില്ല. ബിഗിനറിന് ഈ പറയും പോലെ Ather 450X സിമ്പിൾ എനർജി എല്ലാം ഉണ്ട്. അത് ജസ്റ്റ് ട്രൈ ഔട്ട് ചെയ്തതിനു ശേഷം നമുക്ക് ഇതിലേക്ക് വരാം. ജസ്റ്റ് ആ EVയുടെ ടച്ച് കിട്ടാനായിട്ട് നിങ്ങൾക്ക് സിമ്പിൾ എനർജി ചൂസ് ചെയ്യാം, അതുപോലെ തന്നെ Ather എനർജി ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ കുറെ വെഹിക്കിൾസ് ഉണ്ട്. ഈ പറയുന്ന 6 കിലോവാട്ടിന്റെ മോട്ടർ വരുന്നു, അതുപോലെ നമുക്ക് 8 കിലോവാട്ടിന്റെ മോട്ടർ വരുന്നു. ഇതിൽ വന്നിരിക്കുന്ന എത്ര കിലോവാട്ടിന്റെ മോട്ടറാണ്? 30 കിലോവാട്ടിന്റെ മോട്ടറാണ് വന്നിരിക്കുന്നത്. സോ അതെല്ലാം വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു വെഹിക്കിൾ വേറെ ലെവൽ തന്നെയാണ്. ഫ്രണ്ട് ഹെഡ്ലൈറ്റിന്റെ ഡിസൈൻ ആയാലും ഇവർ ഈ ഒരു ബൈക്കിനെ ഫുൾ ഒരു എയർക്രാഫ്റ്റിന്റെ ഡിസൈൻ ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിന്റെ ഏത് പാനലിന്റെ സൈഡ് നോക്കിയാലും അതുപോലെ തന്നെ സ്റ്റിക്കേഴ്സ് ആയാലും ഫ്രണ്ട് ഫെയറിംഗ് ഏരിയ ആയാലും അതുപോലെ തന്നെ സൈഡ് പാനൽസ് റിയർ എല്ലാം എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഡീറ്റെയിൽഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. സോ ആദ്യം തന്നെ ഇങ്ങനത്തെ ഒരു വണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്ത ഇതിന്റെ സിഇഒമാരായ നാരായൺ സുബ്രഹ്മണ്യനും അതുപോലെ തന്നെ നീരജ് രാജ്മോഹനും ഇവര് രണ്ടുപേരും കൂടി ചേർന്നാണ് ഈ ഒരു വാഹനം നിർമ്മിച്ചത്. സോ ആദ്യം നമ്മൾ ഇവർക്ക് വേണം ഒരു കൺഗ്രാറ്റ്സ് പറയാം, ഇങ്ങനത്തെ ഒരു വണ്ടി നമുക്ക് വേണ്ടി ഇറക്കി തന്നതിന്. നിലവിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇത്രയൊക്കെ തന്നെ. നിങ്ങൾ ബാക്കിയെല്ലാം വീഡിയോയിൽ കണ്ടു കാണും. എന്റെ ഒരു ഓവറോൾ എക്സ്പീരിയൻസ് എനിക്ക് ഇത് തന്നെ പറയാനുള്ളത്. പിന്നെ സാധാ വണ്ടികളിൽ വന്നിരിക്കുന്ന പോലെ ഓട്ടോ ഹോൾഡ് ഫീച്ചർ ഇപ്പൊ നമ്മള് ഒരു തേരിയിലൊക്കെ വന്നു നിന്നു. ഇത്രയും കിലോ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു, 208 കിലോ ഉണ്ടെന്ന് പറഞ്ഞു ഈ ഒരു വെഹിക്കിളിന്. സോ നമ്മൾ വലിയൊരു തേരി കയറ്റത്തിൽ അതുപോലെ തന്നെ ഷോർട്ട് ആയിട്ടുള്ള ആൾക്കാർ തേരിയിലൊക്കെ വെച്ച് നമുക്ക് നിൽക്കേണ്ട അവസ്ഥ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഓട്ടോ ഹോൾഡ് അവിടെ ഓട്ടോമാറ്റിക്കലി ഈ പറയുന്ന തേര് കയറ്റവും അതുപോലെ തന്നെ തേര് ഇറക്കവും ഡിറ്റക്ട് ചെയ്ത് വണ്ടി അവിടെ നിന്നോളൂ. അപ്പോൾ നമുക്ക് ബ്രേക്ക് പിടിക്കേണ്ട കാര്യമില്ല, ബ്രേക്ക് പിടിച്ച് നിൽക്കണമെന്നില്ല. കാരണം നമ്മുടെ ലെഗിലാണ് ബ്രേക്ക് വരുന്നത്. ലെഫ്റ്റ് ലെഗ് തറയിലും വെച്ച് റൈറ്റ് ലെഗ് ബ്രേക്കിലും പിടിച്ച് അതുപോലെ തന്നെ റൈറ്റ് ഹാൻഡ് ഫ്രണ്ട് ബ്രേക്കിലും പിടിച്ച് നിൽക്കേണ്ട അവസ്ഥ വരത്തില്ല. വണ്ടി കൊണ്ടുവന്ന് ഒരു തേര് കയറ്റത്തിലോ തേര് ഇറക്കത്തിലോ നമ്മൾ നിൽക്കേണ്ട അവസ്ഥ വരുന്നു. ഓട്ടോ ഹോൾഡ് ഓട്ടോമാറ്റിക്കലി ടേൺ ഓൺ. തീർന്നു, അവിടെ തീർന്നു. ഒക്കെ ഇല്ലാത്ത ആളുടെ കാര്യം അവിടെ തീർന്നു. നമുക്കിത് അവിടെ കൺട്രോൾ ചെയ്യാം. ഈ ട്രാഫിക് സിഗ്നൽ ആണെന്ന് വെച്ചോ ആ ഒരു സ്ഥലം, നമ്മൾ ജസ്റ്റ് ത്രോട്ടിൽ എടുത്തിട്ട് പോവുക. അപ്പോൾ ഓട്ടോ ഹോൾഡ് ഡിസെൻഗേജ് ആവും. അതുപോലെ തന്നെ റീജൻ, നമ്മൾ ഈ ഒരു വലിയ തേര് ഒരു 1-2 കിലോമീറ്റർ തേര് ഇറക്കമൊക്കെ ഇറങ്ങി വരുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു റീജൻ, അതും ഈ പറയുന്ന പല ലെവലില് റീജൻ ഉണ്ട്. ഓരോ ലെവൽ റീജൻ മാറി മാറി ഇടുന്നതിനനുസരിച്ച് നമുക്ക് അത്രയും ബ്രേക്കിംഗ് കിട്ടിയാണ്. റീജനറേറ്റീവ് ബ്രേക്കിംഗ്. ഈ ഒരു റീജനറേറ്റീവ് ബ്രേക്കിംഗ് അതിൽ തന്നെ പേരുണ്ട്.
റീജനറേറ്റീവ്, ഈ പറയുന്ന ബാറ്ററിയിലേക്ക് ചാർജ് റീജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അത്രയും ബ്രേക്കിങ്ങും കിട്ടണം. നമ്മൾ ഈ ഫിസിക്കൽ ബ്രേക്ക് പിടിക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ കാലിലുള്ള ബ്രേക്കും, ഫിസിക്കൽ ബ്രേക്ക് എന്ന് പറയുമ്പോഴത്തേക്കും രണ്ടും ഉൾപ്പെടും. ഹാൻഡും അതുപോലെ തന്നെ ലെഗും ഉൾപ്പെടും. റൈറ്റ് ഹാൻഡ് റൈറ്റ് ലെഗും ഉൾപ്പെടും. അങ്ങനെ പിടിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നോർമലി നമ്മൾ രണ്ട് ഹാൻഡും ഹാൻഡിൽ ബാറിൽ ഇരിക്കുന്നു, വാഹനം പതിയെ ഇറങ്ങുന്നു. അപ്പൊ ഇതൊക്കെ തന്നെയാണ് എനിക്ക് ഇപ്പൊ ഈ ഒരു മെയിൻ ടൈമിൽ പറഞ്ഞു തരാനുള്ളത്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ഔട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് ഔട്ട്ഡോറിലേക്ക് പോവാം. അപ്പൊ ഇതൊക്കെ തന്നെയാണ് എനിക്ക് ഈ ഒരു അൾട്രാ വയലറ്റ് X47 ക്രോസ് ഓവർ വേർഷനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള കാര്യങ്ങൾ. നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ഈ ഒരു കമന്റ് സെക്ഷനിൽ ഡ്രോപ്പ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ഇറ്റ്സ് മീ രാംനാഥ് സൈനിങ്. പോട്ടോ 3, 2, 1